അച്ഛൻ രാവിലെ തന്നെ. അപ്പം വളമൊക്കെ ഇടാനുണ്ട് കുറേ സ്ഥലത്ത്. നമ്മൾ മഴയായിട്ട് വളമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അച്ഛനും ഏട്ടനും ഒക്കെ ഇറങ്ങി. നമുക്ക് കുറച്ച് ചീര ഉണ്ടായിരുന്നു. ആ ചീരയൊക്കെ അതിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ അത് വെച്ചാൽ പറിച്ച് കളയാണ്. നമ്മൾ വളം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. നമ്മുടെ കോഴിക്കൂട് ഒരു അത്യാവശ്യം വലിയൊരു കോഴിക്കൂട് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണ് അച്ഛൻ. അപ്പം അതിൽ തന്നെയാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് നമ്മളങ്ങനെ വളങ്ങളൊന്നും മേടിക്കാറില്ല, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ തെങ്ങിന് എല്ലാത്തിനും വളം ഇടുകയാണ്. അപ്പോൾ തെങ്ങിന് 2 ബക്കറ്റ് വളമാട്ടോ ഇടുന്നത്. ഏട്ടനാണ് ഇടുന്നത്. ഏട്ടന് പൊതുവെ ഇങ്ങനെ വളം ഇടാനൊക്കെ മണമാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ താല്പര്യം കുറവാണ്. എന്നാലും ഇട്ടു അച്ഛൻ്റെ കൂടെ കൂടി. അപ്പം പറമ്പിൽ അച്ഛനോട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാവിലെ. അങ്ങനെ 2 ബക്കറ്റ് വളം വീതം ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് 16 മൂട് തെങ്ങുണ്ട്, അതിനെല്ലാത്തിനും ഇട്ടു. പിന്നെ ബാക്കി എല്ലാ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടുന്ന് കടയിൽ നിന്ന് നമ്മളിങ്ങനെ പച്ചക്കറികൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട്. ഉള്ളിയും കിഴങ്ങും വാങ്ങിക്കുന്നല്ലാതെ നമുക്കുള്ള തോരൻ വെക്കാനുള്ളതോ അങ്ങനെയെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. ചീരയായിട്ടും അതുപോലെ പാവയ്ക്ക, കോവയ്ക്ക, ചേന, ചേമ്പ്, കാച്ചിൽ, മുരിങ്ങക്കായ, അങ്ങനെ ചെറിയ ചെറിയ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. പുറത്തൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇന്ന് അമ്മ വലിയ ചേമ്പ് ഉണ്ടായിരുന്നു, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അമ്മ നട്ടിട്ടുണ്ട്. അതിനെല്ലാം വളം ഇട്ടിരുന്ന്. പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ അച്ഛനാണ് നോക്കുന്നത്. അച്ഛനും പിന്നെ അമ്മ ഉണ്ടാവും സഹായിക്കാൻ. വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കണം എന്നാണ് അച്ഛൻ എപ്പോഴും പറയാറ്. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറിയൊക്കെ നിറച്ച് വിഷം എന്നാണ് അച്ഛൻ പറയാറ്. അപ്പം എന്തായാലും നമുക്ക് ആരോഗ്യത്തോടെ വിഷമയം ഒന്നും ഇല്ലാത്ത ഭക്ഷണം കഴിക്കാം.